തുടർഭരണം ശരിക്കും ഉറപ്പിച്ചോ? തീർച്ചയായിട്ടും കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, സ്ഥിതിഗതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെയോ മാത്രം ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന നിലയിലല്ല, ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളായി നിലയുറപ്പിച്ചിട്ടുള്ള സുപ്രധാന പദവി അലങ്കരിക്കുന്ന പല നേതാക്കന്മാരുടെയും പ്രതികരണമാണ് കേരളത്തിൽ ഒരു മൂന്നാം ഇടതുമുന്നണി ഭരണം അല്ലെങ്കിൽ തുടർ ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കും എന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന സുലഭമായ ഒരു കാഴ്ചയല്ല, അത്ര സ്വാഭാവികമായ ഒരു സംഭവവികാസവുമല്ല. മറിച്ച് പരിണിതപ്രജ്ഞരായ UDF-ന്റെ നേതാക്കന്മാർ തന്നെ, ഇപ്പോൾ പേരെടുത്തു പറഞ്ഞാൽ KPCC-യുടെ മുൻ പ്രസിഡന്റ്, കേന്ദ്രത്തിലെ മുൻ ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നുള്ള ശ്രീ മുല്ലപ്പള്ളി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം MP കൂടിയായിട്ടുള്ള ശ്രീ ശശി തരൂർ ഇത്യാദി UDF രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രതീകങ്ങളായി നിലനിൽക്കുന്ന പല നേതാക്കന്മാരും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരു മൂന്നാം ഇടതുമുന്നണി ഭരണം അല്ലെങ്കിൽ തുടർ ഭരണത്തിന്റെ തുടർച്ച അവരുടെ തന്നെ അഭിപ്രായമായി ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിന്റെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ അസംഭവ്യമെന്ന് UDF-ന്റെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്ന 15 വർഷമെടുത്താൽ പോലും അങ്ങേ ഇരിക്കുന്ന സ്റ്റുഡിയോ ആയിട്ടുള്ള ആലപ്പുഴയ്ക്ക് സമീപമുള്ള ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോഴും നമ്മുടെ ആർക്കൈവുകളിൽ ലഭ്യമാണ്. പൊതുവിൽ അസംഭവ്യമെന്നും അപ്രായോഗികമെന്നും കേരളത്തിലെ UDF നേതൃത്വവും പലരാലും വിലയിരുത്തപ്പെട്ട വൻകിട വികസന പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്ന കേരളത്തിന്റെ അനുഭവം, വ്യാവസായിക നിക്ഷേപ സൗഹാർദ്ദത്തിലൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിറകിലായിരുന്ന കേരളം ഇന്ത്യക്ക് വിസ്മയമാംവിധം വളർച്ചയുടെ പടവുകൾ കയറി മുമ്പിലേക്ക് നിൽക്കുന്നു. ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വിരുന്നെത്തുന്നു. അന്തർദേശീയ കമ്പനികൾ കേരളത്തിലേക്ക് വരുവാൻ ക്യൂ നിൽക്കുന്നു. സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ, കേരളത്തിന്റെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതോടൊപ്പം മാനവിക വികാസ സൂചികകളിൽ നമ്മൾ കൈവരിച്ച നേട്ടത്തെ സാഹൂതം കരുത്തോടുകൂടെ നിലനിർത്തിക്കൊണ്ട് പുതിയ വികായസുകളിലേക്ക്, പുതിയ വികസനത്തിന്റെ ധാരകളിലേക്ക് കേരളം നടന്നു കയറുന്നു. ഈ അനുഭവങ്ങളെ ശരിയാവണ്ണം വിലയിരുത്തുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയും ഈ ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വരണം എന്ന് ആഗ്രഹിക്കുകയില്ല. സ്വാഭാവികമായി ഈ സർക്കാരിന്റെ കരുത്തോടുകൂടെയുള്ള തുടർച്ചയ്ക്കാണ് മലയാളി ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ തയ്യാറെടുക്കുന്നത് എന്നാണ് ഇടതുവിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിലയുറപ്പിക്കുന്നവരുടെ പോലും പ്രതികരണങ്ങൾ ശരിവെക്കുന്നത്. കേരളത്തിലെ UDF നേതൃത്വം അടക്കം, അങ്ങയുടെ അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങളുടെ ആർക്കൈവിൽ ഇപ്പോൾ അപൂർവമായിട്ടെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അതൊക്കെ കേരളത്തിൽ അസംഭവ്യമാണ്, അപ്രായോഗികമാണ് എന്ന് നമ്മൾ കരുതിയ വൻകിട വികസന പദ്ധതികളെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളായിരുന്നു. അസംഭവ്യവും അപ്രായോഗികവുമെന്ന് പൊതുവിൽ പലരാലും വിലയിരുത്തപ്പെട്ട വൻകിട പദ്ധതികൾ, അതായത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ കേരളത്തിന്റെ അനുഭവത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടി നാടുവിട്ട സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം. ഞാൻ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ ഇവിടെയും കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും 2016 മെയ് മാസത്തിൽ ഈ ഗവൺമെന്റിന്റെ 1ാം പതിപ്പ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. സഹജമായ വർഗീയതയുടെ ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രതികരണത്തിലെ ചില വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: കേരളത്തിൽ മുസ്ലിം മത തീവ്രവാദികളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ദേശീയപാത വികസനം നടപ്പിലാക്കിയാൽ, ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ, ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും നട്ടലുള്ളവരും നിശ്ചയദാർഢ്യമുള്ളവരും എന്ന് അംഗീകരിക്കേണ്ടതായി വരും. പറഞ്ഞത് ഞങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ കേരളത്തിലെ പ്രതീകമാണ്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതോടൊപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു UDF-ന്റെ ആ സമയത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതൊക്കെ കേരളത്തിൽ അസംഭവ്യമാണ്, അപ്രായോഗികമാണ് എന്ന് വിലയിരുത്തപ്പെട്ടതാണ്. സ്വാഭാവികമായി കേരളത്തിലെ റോഡ് കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും കേരളം പിന്നിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാവസായത്തിന്റെയും നിക്ഷേപത്തിന്റെയും വളർച്ചയിൽ കേരളം പിറകിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന അനുഭവം എന്താണ്? ദേശീയപാത 750 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ദേശീയപാത 350 കിലോമീറ്ററിലധികം പൂർത്തീകരിക്കപ്പെട്ട് ഇപ്പോൾ അത് തുറന്നു കൊടുക്കപ്പെടാൻ വേണ്ടി പോകുന്നു. തീരദേശ ഹൈവേ 54% പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മലയോര ഹൈവേ 49% പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് ബേക്കലിൽ നിന്ന് ബോട്ടിൽ കയറിയാൽ തിരുവനന്തപുരത്ത് പൂവാറിൽ ബോട്ടിറങ്ങാൻ കഴിയുന്ന ദേശീയ ജലപാത 62% പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചിയിൽ വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് അതിന്റെ 3rd ഫേസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഏതളവിലും കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ അടിത്തറയും മേൽക്കൂരയും പൊളിച്ചെഴുതി. അതിന്റെ ആത്യന്തിക ഫലം എന്താണ്? ഞാൻ ഇവിടെയും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കൂട്ടിയുന്നില്ല. ഒറ്റ വാചകം പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തോടുള്ള പ്രതികരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. IBM-ന്റെ ഇന്ത്യയിലെ സീനിയർ വൈസ് പ്രസിഡന്റ്, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണെന്ന് എന്തായാലും ആരും പറയില്ല, ആദരണീയനായ ദിനേശ് നിർമ്മൽ, അദ്ദേഹം അല്പനാളുകൾക്ക് പുറകിലാണ് ഇന്ത്യൻ എക്സ്പ്രസിനോ മറ്റോ ഒരു അഭിമുഖം അനുവദിക്കുന്നുണ്ട്. കേരളത്തിൽ IBM പ്രവർത്തനം ആരംഭിച്ചതിനെ സംബന്ധിച്ചുള്ള അവർക്കുണ്ടായ സമീപനങ്ങൾ അദ്ദേഹം ആ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ആ അഭിമുഖത്തിന്റെ ലീഡ് വാചകമായി അവർ നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണം:
കേരള ഈസ് ഗോയിങ് ടു വിറ്റ്നസ് റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളതാണ്. ഇത് US-ലേക്കും UK-ലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ നാടിനെ ഉപേക്ഷിച്ച് പോകുന്നു. കേരളം വിദൂര ഭാവിയിൽ ഒരു വയോജന സംസ്ഥാനമായി മാറുമെന്ന പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിന്റെ നടുവിൽ വെച്ചിട്ടാണ് IBM-ന്റെ ഇന്ത്യയിലെ സീനിയർ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ വന്നിട്ട് പറയുന്നു, ഒരു വർഷത്തിനുള്ളിൽ 2 ക്യാമ്പസ് ലോകത്തിൽ ആദ്യമായി കേരളത്തിൽ തുറന്ന അനുഭവ സമ്പത്തുള്ള അതേ IBM അവർ പറയുന്നു കേരളം റിവേഴ്സ് മൈഗ്രേഷന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിന്, അതായത് പ്രതിഭകളുടെ ചോരണത്തിനല്ല, പ്രതിഭയുള്ള കുട്ടികൾ കേരളത്തെ തിരക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിരുന്നെത്തുന്ന റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അഡോസോ കേരളത്തിലേക്ക് കടന്നു വരുന്നു. ജർമ്മൻ കമ്പനിയായ ഡി സ്പേസ് ഏഷ്യയിലെ ആദ്യത്തെ ഓഫീസ് നമ്മുടെ തിരുവനന്തപുരത്ത് തുറന്നു പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ലോകമെമ്പാടും ഇപ്പോൾ അല്പ ദിവസങ്ങൾക്കകം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന MSC അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രവർത്തന കേന്ദ്രമായി തിരുവനന്തപുരത്ത് അവരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ്. ഇതിനോടകം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചരക്കു കൈമാറ്റം നടന്ന 3 ലക്ഷം ടൺ TEU 20 ഫീറ്റ് പെർ യൂണിറ്റ്, അതാണ് കപ്പലിന്റെ ചരക്ക് ഗതാഗതത്തിന് മാനകം. ആ 3 ലക്ഷം TEU പിന്നിട്ട ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ചരക്ക് കൈമാറ്റം നടക്കുന്ന തുറമുഖമായി നമ്മുടെ വിഴിഞ്ഞം മാറുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും സാമൂഹ്യക്ഷേമ സങ്കല്പങ്ങളും നമ്മുടെ മാനവിക വികാസ സൂചികകളുടെ അടിസ്ഥാന കാര്യങ്ങളും നേടിയെടുത്ത മുന്നേറ്റങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പുതിയ വികായസിലേക്ക്, പുതിയൊരു പടവിലേക്ക് കേരളം യാത്ര ചെയ്യുകയാണ്. ഈ മാറ്റത്തെ സത്യസന്ധമായി വിലയിരുത്തുന്ന ഏതു മലയാളിക്കാണ് ഈ ഗവൺമെന്റും ഈ കാലാവസ്ഥയും മാറണം എന്ന് ആഗ്രഹിക്കാൻ കഴിയുക? ഇവര് പറയുന്നു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും സർക്കാരിന്റെ പരിപാടിയിലേക്ക് ആരെങ്കിലും ഒക്കെ വന്ന് അവരേതെങ്കിലും പ്രശംസയൊക്കെ പറഞ്ഞില്ലാണ്ട് ഇപ്പോ സർക്കാർ നടത്തുന്ന പരിപാടിയിലൊക്കെ ഇവർ വന്നിട്ട് ഇവര് മോശമാണ്, വൃത്തികേടാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്ന് കേന്ദ്രമന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വന്ന് പറയുന്നതൊക്കെ എടുത്തു വെച്ച് CPM-ന് ന്യായീകരിക്കേണ്ടി വരുന്നത് അവരുടെ കയ്യിലെ കണക്കുകൾ മുഴുവൻ ഇത് പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ്. ഇനി ഇപ്പുറത്ത് എങ്ങനെയാ സ്ഥലമെടുത്തത് 2013 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ വർക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥലം കൊടുക്കുമ്പോൾ അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫറ നിയമം പാസാക്കി അവർക്ക് അർഹമായ മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി കൊടുക്കണമെന്നും അവർക്കുണ്ടാവുന്ന നഷ്ടം പരിഹരിക്കപ്പെടണമെന്നും തീർത്തപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ ആവശ്യത്തിന് പണം ലഭിക്കുന്നു. അങ്ങനെ ആവശ്യത്തിന് പണം ലഭിക്കുമ്പോൾ അതുകൊണ്ട് ആൾക്കാർ വിട്ടുകൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 45 മീറ്റർ വേണ്ട 30 മീറ്റർ റോഡ് മതി എന്ന് പറഞ്ഞ് സമരം ചെയ്തവരെ ഏറ്റവും പ്രധാനം ഇവരുണ്ടായിരുന്നല്ലോ, CPM ആയിരുന്നില്ലേ? CPM ഞങ്ങളും പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ജനസാന്ദ്രത കൊണ്ട്, കേരളത്തിലെ കെട്ടിടങ്ങളുടെ ഉൾപ്പെടെയുള്ള ബാഹുല്യം കൊണ്ട് ഇത് 30 മീറ്ററായി പരിമിതപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കും നിലപാടുണ്ടായിരുന്നു. ഇത് CPM സമരം ചെയ്തിരുന്നല്ലേ ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അത് പറയാനുള്ള ധാർമ്മികമായ ഞങ്ങളുടെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവർ അത് മറച്ചു വെച്ച് കള്ളപ്രചരണം നടത്തിയ സാബു ജേക്കബ് ഇവിടെ നിന്ന് കിറ്റക്സിന്റെ പ്രവർത്തനം എടുത്തുകൊണ്ട് തെലങ്കാനയിലേക്ക് പോകേണ്ടി വന്നില്ലേ? അപ്പൊ എന്താ ഇവിടുത്തെ യാഥാർത്ഥ്യം? പ്രതിപക്ഷം ഈ കണക്ക് എണ്ണി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അപ്പുറത്ത് CPM എന്താണ് ചെയ്യുന്നത്? CPM അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനെ എങ്ങനെ നേരിടണം എന്ന് പോലും ആലോചിക്കേണ്ടി വരുന്നില്ല. പകരം നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് 2 തവണ ഭരണകാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണവീക്ഷണം അവതരിപ്പിക്കുകയാണ്. ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഷാനി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരുടെ ആത്മവിശ്വാസം കള്ളത്തരം പറയുക എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. 6 മാസത്തെ പെൻഷൻ ചെറുപേരിൽ നിർത്തിയിരിക്കുകയല്ലേ ഇപ്പോഴും. നോക്കൂ, ആശാവർക്കർമാർ ദിവസം 700 രൂപ വെച്ച് മാസം 21,000 രൂപ ഞങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്ന് ആശാവർക്കർമാർ പറഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഈ നാട്ടിലെ മനുഷ്യർ, ചികിത്സയ്ക്ക് പണമില്ലാത്ത മനുഷ്യർ, അവർക്ക് കാരുണ്യ പദ്ധതിയിലൂടെ കിട്ടിയിരുന്ന ആ ചികിത്സ ലഭ്യമാകും എന്ന് കരുതിയിരുന്നവരല്ലേ? ഒരു പ്രാവശ്യം ചക്ക വീണ് മുയല് ചത്തു എന്ന് പറഞ്ഞ എല്ലാ പ്രാവശ്യവും ചാവാൻ നിൽക്കില്ല. ഇപ്പോൾ അടുത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ശ്രീ രാജു പിന്നാർ, ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ പിന്നോട്ട് പോകാതെ പിടിച്ചു നിൽക്കാൻ 10ാമത്തെ വർഷം ഭരണത്തിലെത്തി നിൽക്കുന്ന പാർട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യമായി കേരളത്തിന് മുന്നിലുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രതിപക്ഷം പരാജയപ്പെടണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥമല്ലാതാകണം. കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരുമിച്ച് കൈകോർത്തിരിക്കുന്നു എന്നുള്ളതിന് ഇനി തെളിവൊന്നും കേരളത്തിന് മുന്നിൽ ആവശ്യമില്ല. ADGP ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ നിൽപ്പുണ്ട്. തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള വിഷയം നിൽക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇവർ മുഴുവൻ ഇതിനകത്ത് BJP-യുമായി ചേർന്നുകൊണ്ട് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒരേ കാര്യത്തിന് വേണ്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് അകത്ത് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഉത്തര കേരളത്തിൽ മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ആ മുസ്ലിം ലീഗിന്റെ SDPയോടും ജമാഅത്തെ ഇസ്ലാമിയോടും കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത് കാഫിർ ഉൾപ്പെടെയുള്ള പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. BJP-യെ വെല്ലുന്ന വർഗീയത കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. BJP ബാന്ധവം എന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ച, അങ്ങ് ചോദ്യത്തിൽ ആവർത്തിച്ച പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ
സംബന്ധിച്ചും അതോടൊപ്പം ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി അത് ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദീർഘമായ അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകമായ ഞങ്ങളാണ് ഈ കാര്യങ്ങളിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രതീകമായി പങ്കെടുക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാം പഠിച്ചു പറയുന്ന മിടുമിടുക്കനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവർ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ കാര്യത്തിൽ എന്നുള്ളതുമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഞാൻ മറ്റ് എന്റേതായ ഏകപക്ഷീയമായി വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ അങ്ങയുടെ പ്രൊഡ്യൂസർ സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിനോടകം അദ്ദേഹത്തിന്റെ നേതാവ് നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരിക്കെ നടത്തിയ ദേശീയപാതയെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രതികരണം ഒരു വീഡിയോ ദൃശ്യം അയച്ചു കൊടുത്തിട്ടുണ്ട്. മനോരമയ്ക്ക് സംപ്രേഷണം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് സംപ്രേഷണം ചെയ്യണം. കാരണം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഞാനൊരു നുണ പറയുന്നയാളും കോൺഗ്രസിന്റെ പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ അനുചരനായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ സത്യം പറയുന്നയാളും അപ്പോൾ ഞങ്ങൾ ബോധപൂർവ്വം എന്തോ മറച്ചു വെക്കുന്നു. അങ്ങനെ വേണ്ട. കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ദേശീയപാതയെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. ധൈര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ജയ്ക്ക് അത് സംപ്രേഷണം ചെയ്യണമെങ്കിൽ സാങ്കേതികമായി കുറച്ച് സമയമെടുക്കും. ജയ്ക്ക് അത് പറഞ്ഞു തന്നെ പോകുന്നതായിരിക്കും നല്ലത്. എന്താണ് പറഞ്ഞതെന്നും കൂടി പറഞ്ഞു തന്നെ പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അത് സാങ്കേതികമായി അല്പ സമയം എടുക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മറ്റു തെളിവുകളിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ളം എന്താണ്? ദേശീയപാത 30 മീറ്റർ ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? ഏത് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്? ഈ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ എന്താണ് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിലുള്ള തുകയെല്ലാം കൊടുത്തയച്ചു എന്ന് ഏതോ ഒരുത്തൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നേരെ സാമൂഹ്യ മാധ്യമത്തിലേക്ക് കിട്ടപ്പോ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് വാർത്ത ചെയ്തവരും അത് വിശ്വസിച്ച് പ്രചരണം നടത്തിയവരുമുണ്ട്. ആ ബുദ്ധിയില്ലായ്മ വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന നുണവിളമ്പ നിൽക്കരുത് കോൺഗ്രസിന്റെ നേതാവ്. ദേശീയപാത വികസനം 45 മീറ്ററിൽ തന്നെ ഇനി ചർച്ചയില്ല. ആരുടെ പ്രതികരണം? 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി. അതിനു മുമ്പ് ആദരണീയനായ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയായിരിക്കെ ഇതേപോലെ ചർച്ച വിളിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താ? ദേശീയപാത നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാ VSM സഖാ പിണറായി വന്ന് യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് ദേശീയപാതയുടെ വീതി 45 മീറ്ററായി തന്നെ ആയിരിക്കണം. ഞാൻ എന്റെ വിവരത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ദൃശ്യങ്ങളായി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരിക്കെ നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് ദൃശ്യങ്ങളായി അല്ല ഈ നിലയ്ക്ക് ചർച്ച നയിക്കാനാണ് ആങ്കർ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയാനുള്ളത് കേട്ടു. അങ്ങൊന്ന് വഴങ്ങണമെന്ന് പറഞ്ഞു, ഞാൻ വഴങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാൻ നേരത്തെ അദ്ദേഹം വീണ്ടും ഇടപെടുന്നു. അത് മര്യാദയോട് കൂടിയുള്ള സമീപനമാണോ? കോൺഗ്രസ് ഓഫീസിൽ കാണിക്കുന്ന ഒരു സമീപനവുമായിട്ട് മനോരമയുടെ ഫ്ലോറിൽ ചർച്ചയ്ക്കിരിക്കാനാവില്ല. അതങ്ങ് മനസ്സിലാക്കണം. താങ്കൾ പറഞ്ഞോളൂ ജയ്ക്ക്. താങ്കൾ അയച്ചു എന്ന് പറയുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ നിലപാട് അക്കാലത്തും എക്കാലത്തും പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണപക്ഷത്തിരുന്നപ്പോഴും 45 മീറ്ററിൽ കുറയാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. പിന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ പ്രതികരണത്തിൽ നിന്നാണ് ആലപ്പുഴയിൽ നിന്ന് തുവൂറിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് 15 വർഷം ഉണ്ടെങ്കിൽ പോലും തികയില്ല എന്ന് പറഞ്ഞത്. ആ തികയില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം വിഴിഞ്ഞം മുതൽ ഈ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുപ്പ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് എത്ര തവണ കേരള നിയമസഭ ചർച്ച ചെയ്ത് അങ്ങയുടെ നാട്ടുകാരനായ കേരളത്തിന്റെ വ്യവസായ മന്ത്രി കയ്യോടുകൂടെ തുറന്നു കാണിച്ച് തന്നിട്ടുള്ളതാണ്. മിണ്ടിയിട്ടില്ലായിരുന്നല്ലോ ആ സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷം. എന്തായിരുന്നു ആ നിയമത്തിന്റെ പ്രത്യേകത? ആ നിയമത്തിന്റെ പ്രത്യേകത the fourth schedule list of enactment regulating land acquisition and rehabilitation and settlement. ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധി കേട്ടുകൊള്ളണം. അന്ന് ജയറാം രമേശ് അധ്യക്ഷനായ കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ വ്യവസായ മന്ത്രി അംഗമായിരുന്നു. അവർ ഉൾപ്പെടെയുള്ള സംഘം ആവർത്തിച്ച് പറഞ്ഞു ഈ കാര്യത്തിനകത്ത് ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഈ നിയമനിർമ്മാണത്തിൽ ദേശീയപാത ഉൾപ്പെടുത്തണം. ഒഴിവാക്കിയ 13 ഇനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ദ നാഷണൽ ഹൈവേ ആക്ട് 1956 48 of 1956 എന്ന് വെച്ചാൽ ദേശീയപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുപ്പിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ നിയമത്തിൽ നിന്നും അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി അത് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. ഇതൊക്കെ എത്ര തവണ പറഞ്ഞ് പൊളിഞ്ഞു പോയ കള്ളമാണ് എന്റെ പൊന്നു കോൺഗ്രസ് നേതാവേ. അല്പം തൊട്ടു മുമ്പത്തെ നിയമസഭ എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങ് ഈ പൊളിഞ്ഞു പോയ പച്ചക്കള്ളം എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പറയാൻ പാടുണ്ടായിരുന്നോ? എന്നിട്ട് പറയുന്നത് എന്താണ്? എന്നിട്ട് വീണ്ടും എന്താവർത്തിക്കുന്നു? ഇവിടെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസമാണ്. കിറ്റക്സ് ഇവിടെ നിന്ന് പോയി 11,000 തൊഴിലാളികൾ പങ്കെടുക്കുന്ന കിറ്റക്സിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? എറണാകുളത്തുകാരനായ കോൺഗ്രസ് നേതാവെ അങ്ങേക്കറിയാമോ? നമ്മുടെ നാട്ടിലാണ്, അങ്ങയുടെ ജില്ലയിലാണ്. ആ കിറ്റക്സ് എവിടെയും പോയിട്ടില്ല. മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ ശ്രമിച്ചു. എത്ര കോടിയാ?
ഇലക്ട്രൽ ബോണ്ട് 150 കോടി രൂപയിലധികം ഇലക്ട്രൽ ബോണ്ട് കൊടുക്കേണ്ടതായി വന്നു. ഇവിടെ ഒരു പൈസ ഇലക്ട്രൽ ബോണ്ടായിട്ട് ഒരു കോൺഗ്രസിനും ഒരു CPM-നും കൊടുക്കേണ്ട വന്നിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ ബോധ്യം മറിച്ചാണെങ്കിൽ അങ്ങേക്ക് വിശദീകരിക്കാം. ഇതല്ലേ കിറ്റക്സിൽ ഉണ്ടായ അനുഭവം. പിന്നെ വീഗാർഡിനെ കുറിച്ച് പറയുന്നു, കൊച്ചവസം ചിറ്റിലപ്പള്ളി അല്ലേ, എന്താ പ്രത്യേകത എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത മാസം കിൻഫ്ര പാർക്കിൽ ഈ കൊച്ചവസറ്റിപ്പള്ളിയുടെ ഇന്നോവേഷൻ സെന്റർ, ഇതേ വീഗാർഡിന്റെ ഇന്നോവേഷൻ സെന്റർ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇവരാരും എവിടെയും പോയിട്ടില്ല. ഇവരോടൊക്കെ കേരളത്തിന്റെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ച് അങ്ങ് തിരക്കി നോക്കുക, അങ്ങേക്ക് മനസ്സിലാകും. പിന്നെ വീണ്ടും കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിച്ച് പറയുന്ന പച്ചക്കള്ളം ഒരു ബോധ്യവും കൂടാതെ അദ്ദേഹം ഇവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല പോലും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബ്രാപ്പായില്ലേ, ബിസിനസ് റിഫോർമേഷൻ ആക്ഷൻ പ്ലാൻ. അതിനെ സംബന്ധിച്ച് അങ്ങയുടെ സന്തത സഹചാരിയായിട്ടുള്ള മൂവാറ്റുപുഴ MLA ഇതേപോലെ ഉളുപ്പില്ലാതൊരു പച്ചമുട നിയമസഭയിൽ ആവർത്തിച്ചില്ലേ, ബ്രാപ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ചില്ലേ, ബ്രാപ്പിന് ലഭിച്ച പുരസ്കാരം കേരളത്തിന്റെ വ്യവസായ മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചില്ലേ. എന്നിട്ടും അങ്ങ് വീണ്ടും എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? മുസൂരി ട്രെയിനിങ് അക്കാദമി CPM-ന്റെ ഓഫീസ് അല്ലല്ലോ. IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധ ക്യാമ്പസുകൾ ഒന്നല്ലേ. വരുന്ന മാസം നമ്മുടെ KSIDC-യുടെ MD ഇയർ ഓഫ് എന്റർപ്രൈസസ് കേരള എക്സ്പീരിയൻസ് എന്ന പേപ്പർ അവതരിപ്പിക്കാൻ പോകുകയാണ്. IIT ഇൻഡോർ ഒരു CPM റിക്രൂട്ടിംഗ് കേന്ദ്രമല്ലല്ലോ. എന്താ IIT ഇൻഡോറിന്റെ പ്രത്യേകത? അവരാണ് കേരളത്തിലെ വ്യാവസായിക വളർച്ചയെ സംബന്ധിച്ച് സംരംഭക വർഷത്തിന്റെ മഹാവിജയത്തെ സംബന്ധിച്ച് പഠനം നടത്തി നമ്മുടെ നാട്ടിലെ പബ്ലിക് ഡൊമൈന് മുന്നിൽ പഠന വിവര റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അമേരിക്കൻ ഏജൻസി ആയിട്ടുള്ള സംഘടന അവരെന്താ ചെയ്തത്? അമേരിക്കൻ സൊസൈറ്റി അവരുടെ പ്രതികരണത്തിൽ പറയുന്നത്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് 82 ഇയേഴ്സ്, 82 വർഷത്തെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയെ കുറിച്ച് പഠിച്ച് അതിന്റെ വിജയത്തെ സംബന്ധിച്ച പേപ്പർ പ്രസന്റേഷന് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയെ അവർ ക്ഷണിക്കുന്നു. അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കില്ല. അദ്ദേഹം പറഞ്ഞ ലക്ഷണമൊത്ത ഒരു അപഹാസ്യകരമായ വർത്തമാനം എന്താണ്? അദ്ദേഹം പറയുന്നു, പിണറായി വിജയൻ കേരളത്തിലെ സർസംഘചാലകാണ് അല്ലെ. ആരാണ് കേരളത്തിലെ സർസംഘചാലക്? കോൺഗ്രസ് നേതാവ്. ഞാൻ പറയണോ? അങ്ങയുടെ നാടായ എറണാകുളത്തിന് സമീപം RSS ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കറുടെ ജന്മദിന വാർഷിക ആഘോഷിക്കാൻ കേരളത്തിൽ ഒരു ഒറ്റ നേതാവിനെ വിളിച്ചുള്ളൂ. അവർക്ക് ഉറപ്പുണ്ട് ഗോൾവാൾക്കറുടെ ചിത്രം കാണുമ്പോ ഉടുമുണ്ടഴിച്ച് മുട്ടിലെഴുതുന്ന ഒരു ഒറ്റ നേതാവേ കേരളത്തിലുള്ളൂ എന്ന്. ആരാ നേതാവ്? ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. RSS-ന്റെ നേതാവ് ഗോൾവാൾക്കറെ കാണുമ്പോ ഉടുമുണ്ടഴിച്ച് മുട്ടിലെറിഞ്ഞ് തൊഴുകൈകളോടുകൂടെ RSS നേതാവിന്റെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആ സംഘത്തിൽപ്പെട്ട ആളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ട, അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി. എന്നിട്ട് എന്താ പറയുന്നത്? ആരാണ് ഗോൾവൽക്കർ എന്ന് നമ്മൾ ഓർമ്മിക്കണ്ടേ? ആരാ ഗോൾവൽക്കർ? അങ്ങ് പറയുന്നു മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമം, ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്താൻ ശ്രമം, ഭൂരിപക്ഷ വർഗീയതയെ സംബന്ധിച്ചൊക്കെ അങ്ങ് പറയുന്നു. നല്ലത്. ആരാ ഗോൾവൽക്കർ? പ്രതിപക്ഷ നേതാവ് മുട്ടിലിഴഞ്ഞ് തൊഴികൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തിയ ആ ഗോൾവൽക്കറാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ഇന്ത്യയെ ലക്ഷണമൊത്ത അഫ്ഗാനിസ്ഥാൻ ആക്കണമെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലണം, ക്രിസ്ത്യാനികളെ കൊല്ലണം, മാർക്സിസ്റ്റുകാരെ കൊല്ലണം. ആ കൊല്ലണമെന്ന് പുസ്തകം എഴുതി വെച്ച ആഗോള വർഗീയവാദികളുടെ മുമ്പിൽ പോയി തൊഴുകൈകളോടുകൂടെ നിന്ന് ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആരെങ്കിലും നോക്കിയിട്ട് കേരളത്തിലെ സർസംഘചാലകെന്ന രണ്ടാമതൊരു സംശയം നോക്കാതെ വിളിക്കണമെങ്കിൽ ആ ആളെ വിളിക്കാൻ പറ്റൂ. പിന്നെ ആരാണ് കേരളത്തിലെ KPCC-യുടെ പ്രസിഡന്റ്? ശാഖയെ ആക്രമിക്കാൻ CPM-കാർ വന്നപ്പോ ഞാനൊരല്പം അഭിമാനത്തോടെ പറയും, കോൺഗ്രസ് പ്രതിനിധി അങ്ങ് കേട്ടോ, ശാഖയെ ആക്രമിക്കാൻ CPM-കാർ വരുന്നു എന്ന് കേൾക്കുമ്പോ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസം എടുത്തണിഞ്ഞ് ശാഖയ്ക്ക് കാവൽ കിടന്നു നിന്നു എന്നല്ല പറയുന്നത്, ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ KPCC-യുടെ പ്രസിഡന്റാണ്. BJP-യുടെ പ്രസിഡന്റ് K. സുരേന്ദ്രനല്ല, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് K. സുധാകരനാണ്. ആരെയാണ് സർസംഘചാലകൻ എന്ന് വിളിക്കേണ്ടത്? ഇന്ദിരാഭവനിൽ പോയി ചിത്രം നോക്കിയിട്ട് അങ്ങ് ചോദിക്കണം, ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പറഞ്ഞ നിങ്ങളെയല്ലേ കേരളത്തിന്റെ സർസംഘചാലകൻ എന്ന് വിളിക്കേണ്ടത്? പിന്നെ പോലീസ് നയത്തെ കുറിച്ച് പറയുന്നു, ആങ്കർ വർക്കില്ലല്ലോ. കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് മറവിയുണ്ടാകുമോ? CI മോഹനചന്ദ്രൻ നായർ RSS പ്രവർത്തകർ തിരുവനന്തപുരത്ത് MG കോളേജിൽ പ്രിൻസിപ്പലിനെ കൊല്ലാൻ ബോംബെറിഞ്ഞപ്പോ ആ കേസിലെ പ്രതികളെ ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ അല്ലെ, പരമകാരുണികനായ കോൺഗ്രസ് നേതാവ് മാനുഷിക പരിഗണന നൽകി അധ്യാപകനെ കൊല്ലാൻ ബോംബെറിഞ്ഞ RSS നേതാക്കന്മാരെ വിട്ടയച്ചു. ആ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ല. KPCC ഓഫീസിൽ ചുവരിൽ നോക്കിയ പടമുണ്ട്, അദ്ദേഹത്തെ പോയി വിളിക്കണം സർസംഘചാലകെന്ന്. പിന്നെയോ പ്രവീൺ തൊഗാഡിയ, അഖില ലോക വർഗീയവാദി, കേരളത്തിൽ വന്ന് കലാപം ഉണ്ടാക്കാൻ പ്രസംഗിച്ചില്ലേ? തൊഗാഡിയ ഒന്ന് കണ്ണുരുട്ടിയപ്പോ എടുത്ത കേസ് പിൻവലിച്ച് തൊഗാഡിയെ പറഞ്ഞയച്ചതാരാ? അങ്ങയുടെ KPCC ഓഫീസിന്റെ ചുവരിൽ ചിത്രമുണ്ട്, ആ ചിത്രത്തിൽ നോക്കിയിട്ട് വിളിക്കണം കേരളത്തിലെ സർസംഘചാലകെന്ന്. ഈ അനുഭവം ഒന്നും കേരളത്തിൽ ഇടതു മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. അങ്ങ് മനസ്സിലാക്കണം. ഞങ്ങൾ അവരുടെ പിന്തുണയും സ്വീകരിച്ചിട്ടില്ല.
പിന്നെ അദ്ദേഹം പറയുന്നു SDPI വിരുദ്ധത പറയുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ എന്താണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അപകടകരമായ വർഗീയതയാണ് പറയുന്നത്. RSS എന്ന് വെച്ചാൽ ഹിന്ദു എന്നർത്ഥമില്ല, SDPI എന്ന് വെച്ചാൽ മുസ്ലിം എന്നർത്ഥമില്ല, കാസ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എന്നർത്ഥമില്ല, വർഗീയവാദി എന്ന് വെച്ചാൽ വിശ്വാസി എന്നർത്ഥമില്ല. അങ്ങ് ശ്രമിക്കുന്നത് വിശ്വാസിയെയും വർഗീയവാദിയെയും ഒന്നാക്കാനാണ്. ആ ശ്രമം നാളെ മടക്കി കയ്യിൽ വെച്ചാൽ മതി. അതുകൊണ്ടല്ലേ പാലക്കാട് ലഭിച്ച പിന്തുണയുടെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ SDPI ഒറ്റ വാർഡ് ജയിച്ചല്ലോ. ആ വാർഡിൽ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് പോയി? കോൺഗ്രസ് SDPIയുടെ പുറകെ പോയില്ലേ? എങ്ങനെ പുറകെ പോയി? ആ കോൺഗ്രസിന്റെ വോട്ട് ആർക്ക് കൊടുത്തു? തരം പോലെ തീവ്രവാദികൾക്ക് വോട്ട് കൊടുത്ത് അവർക്ക് വെള്ളവും വിറകും വെട്ടിക്കൊടുക്കുന്നതിൽ മത്സരിച്ച് കേരളത്തെ വർഗീയ ഭൂമിയാക്കാൻ നിൽക്കുന്നത് നിങ്ങളാണ്. നേമത്തും തിരുവനന്തപുരത്തും നേമത്തും തൃശ്ശൂരും നിങ്ങളത് തെളിയിച്ചതാണ്. വടകരയിലും ബേപ്പൂരിലും നിങ്ങളത് കാണിച്ചതാണ്. EMSനും AKGക്കെതിരെ നിങ്ങൾ സൃഷ്ടിച്ചതാണ്. ആ അനുഭവങ്ങളുടെ തുടർച്ചയാണ് നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചത് ആരെയെന്ന് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തിയാൽ, ആവർത്തിക്കുന്നു, ചരിത്ര വസ്തുതകളുടെ വെളിച്ചത്തിൽ വിലയിരുത്തിയാൽ അങ്ങേക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. അങ്ങേക്കെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടല്ല, കോൺഗ്രസുകാർക്ക് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്ര ഭൂമികയിൽ ചവിട്ടി നിൽക്കാൻ കഴിയില്ല. അങ്ങ് മനസ്സിലാക്കണം. പിന്നെ അങ്ങ് ആവർത്തിച്ച് രണ്ട് കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്ന് ഇൻഫോ പാർക്കിനെ സംബന്ധിച്ച, രണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ച. എന്താ ഇൻഫോ പാർക്കിന്റെ അനുഭവം? ഞാൻ വിശദീകരിക്കണോ? ഇൻഫോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് UDFന്റെ സമയത്താണ്. സ്മാർട്ട് സിറ്റി കരാർ എന്താണ്? 2 രൂപയ്ക്ക് ഇന്ന് പൊന്നും വരെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങൾ വരെ ക്യൂ നിൽക്കുന്ന ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്ക് വിൽക്കാൻ നടന്നവരല്ലേ നിങ്ങൾ? ആ ഇൻഫോ പാർക്കിനെ സംരക്ഷിച്ചത് ആരാണ്? നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ സഖാ VSന്റെ ഗവൺമെന്റ് ആയിരുന്നില്ലേ? ഇടതുമുന്നണികളുടെ സർക്കാർ ആയിരുന്നില്ലേ? ഇന്നത്തെ ഇൻഫോ പാർക്ക് 2 രൂപയ്ക്ക് വിറ്റ് തുറയ്ക്കാൻ, സ്മാർട്ട് സിറ്റിക്ക് ഭൂമി കച്ചവടം ചെയ്യാൻ ശ്രമിച്ച നിങ്ങളാണോ ഇൻഫോ പാർക്കിന്റെ പേരിൽ മേനി നടിക്കുന്നത്? അതിനെ സംരക്ഷിച്ചവരാണ് ഞങ്ങൾ. വിഴിഞ്ഞത്തിന്റെ ഭൂമി ഏറ്റെടുപ്പ്, വിഴിഞ്ഞത്ത് ഇന്ന് സംഭവിക്കാൻ പോകുന്ന റോഡിന്റെ അടക്കം ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലയളവില? 2006-11 കാലയളവിൽ. ആ സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. അതിനെതിരെ കേസിന് പോയതാരാണ്? ഞാൻ ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ കമ്പനിയുടെ കേരളത്തിലേക്കുള്ള വരവും സൂം ഡെവലപ്പേഴ്സിന്റെ കേസുമൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. കോൺഗ്രസ് നേതാവ് സമയം കിട്ടുമ്പോ ആ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ മുടക്കാൻ ശ്രമിച്ച ഗെയിൽ പദ്ധതിയെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും പച്ചക്കള്ളം ആവർത്തിച്ചു. ആ കള്ളം ആവർത്തിച്ച മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയുടെ മുമ്പിൽ മാപ്പ് തന്നിട്ടുണ്ട്. അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പോലും എന്തായിരുന്നു അനുഭവം? മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നില്ലേ? അന്ന് P രാജീവും കേരളത്തിലെ ഇടതുപക്ഷവും നടത്തിയ സമരമില്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു കൊച്ചി മെട്രോയുടെ സ്ഥിതി? അതോടൊപ്പം തന്നെ ഈ ഗെയിൽ പദ്ധതിക്കെതിരെ നിസ്കാരപ്പായ വിളിച്ച് സമരം ചെയ്തവർ ആരാണ്? ഇത് പൂർത്തീകരിക്കാൻ സമ്മതിക്കില്ല എന്നവരാരാണ്? വിഴിഞ്ഞം തുറമുഖം ഈ ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്ത് അവിടെ പോയി സമരം ചെയ്തവരാരാണ്? ഇത് പ്രവർത്തികമാക്കാൻ ഇത് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാരാണ്? അപ്പോ കേരളത്തിന്റെ ചരിത്രം ഈ വസ്തുതകളൊന്നും മറന്നിട്ടില്ല. ഇതൊന്നും മറച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ഏതെങ്കിലും 4 സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പച്ചക്കള്ളം എടുത്തു വെച്ച് വിളമ്പിയാൽ അതൊന്നും വസ്തുതയാകില്ല. ചരിത്രബോധമുള്ള യുക്തിസഹമായി